നഗരവീഥികളെ ആത്മീയ ഉന്നതിയിലേക്ക് ഉയർത്തി പട്ടണ പ്രദക്ഷിണം. കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന താഴ്ത്തുപള്ളിയിൽ തിരുക്കുടുംബത്തിന്റെ ദർശന തിരുനാളിനോടനുബന്ധിച്ച് ശനിയാഴ്ച വൈകിട്ട് നടന്ന പട്ടണ പ്രദക്ഷിണത്തിൽ നാടും നഗരവും ഭക്തിസാന്ദ്രമായി. ദീപാലങ്കൃതമായ പട്ടണത്തെ ഭക്തിസാഗരമാക്കി തിരുക്കുടുംബത്തിന്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് നടന്ന പ്രദക്ഷിണം വിശ്വാസത്തിന്റെ നേർക്കാഴ്ചയായി. തിരുനാളിന്റെ പ്രധാന ദിനമായ ശനിയാഴ്ച വൈകുന്നേരം 5-ന് ആരംഭിച്ച തിരുനാൾ കുർബാനയെ തുടർന്ന് പള്ളി അങ്കണത്തിൽ നിന്നും തിരുക്കുടുംബത്തിന്റെയും വിശുദ്ധരുടെയും പുണ്യവാളന്മാരുടെയും തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ട് പട്ടണ പ്രദക്ഷിണം ആരംഭിച്ചു. കത്തിച്ചു പിടിച്ച മെഴുകുതിരികളുമായി സ്ഥാനവസ്ത്രങ്ങൾ അണിഞ്ഞ ദർശന സമൂഹം പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. പഴയ പള്ളി ചുറ്റിയെത്തിയ ആദ്യ പ്രദക്ഷിണവും സപ്ലൈകോ വഴി മാർക്കറ്റ് ജംഗ്ഷനിലെ കുരിശുപള്ളി ചുറ്റിയെത്തിയ രണ്ടാമത്തെ പ്രദക്ഷിണവും ടൗണിലെത്തി. കടവ് കുരിശടിയിൽ കുരിശുവന്ദനം നടത്തിയ ശേഷം ടൗണിലെ കുരിശുപള്ളിയിലെത്തി. തുടർന്ന് കുരിശുപള്ളിയിൽ റവറന്റ് ഡോക്ടർ അഗസ്റ്റിൻ കൂട്ടിയാനിയിൽ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് പ്രദക്ഷിണം ഒന്നായി പള്ളി റോഡിലൂടെ പുതിയ പള്ളിയിൽ സമാപിച്ചു. ശേഷം സമാപനാശീർവാദം, കപ്ലോൻ വാഴ്ച എന്നിവ നടന്നു. ആഘോഷമായ പട്ടണ പ്രദക്ഷിണം നഗരവീഥികളിലൂടെ കടന്നുപോയപ്പോൾ കടുത്തുരുത്തി സെൻട്രൽ ജംഗ്ഷനിൽ TJ ജുവലറി അങ്കണത്തിൽ 50 പേർ അടങ്ങുന്ന ചെണ്ടമേളം അരങ്ങേറി. ഞായറാഴ്ച പ്രധാന തിരുനാൾ ദിനത്തിൽ വിശുദ്ധ കുർബാനയും തിരുനാൾ റാസയും നടന്നു. ഫാദർ അഗസ്റ്റിൻ കണ്ടത്തിക്കുടിലിൽ കാർമ്മികത്വം വഹിച്ചു. റവറന്റ് ഡോക്ടർ ജേക്കബ് താന്നിക്കാപ്പാറ തിരുനാൾ സന്ദേശം നൽകി. പ്രസുതേന്തി വാഴ്ചയ്ക്ക് ശേഷം പള്ളി ചുറ്റി പ്രദക്ഷിണം നടന്നു. വൈകുന്നേരം നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ മാത്യു കുരിശുമൂട്ടിൽ നേതൃത്വം നൽകി. തുടർന്ന് താഴത്തുപള്ളിയിൽ ദർശന തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രത്യേക പ്രാർത്ഥനയായ സ്ലീവാവന്ദനവും റംഷ പ്രാർത്ഥനയും നടന്നു. ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച് സന്ദേശം നൽകി. തിരുനാൾ സ്മരണികയുടെ സമർപ്പണവും ആർച്ച് ബിഷപ്പ് നിർവഹിച്ചു. നസീർ സംക്രാന്തി നയിച്ച മെഗാ ഷോയും ഉണ്ടായിരുന്നു. സമാപന ദിനമായ തിങ്കളാഴ്ച മരിച്ചവരുടെ ഓർമ്മദിനത്തിൽ രാവിലെ 6-ന് പഴയ പള്ളിയിൽ വിശുദ്ധ കുർബാന, തുടർന്ന് സിമിത്തേരി സന്ദർശനം. 7:30-ന് പുതിയ പള്ളിയിൽ വിശുദ്ധ കുർബാനയും നടക്കും. i4 ന്യൂസ്, ഏറ്റുമാനൂർ.